ഹാപ്പി ജൂബിലി ജീസസ് യൂത്ത് കുവൈറ്റ്. നമ്മൾ ബൈബിൾ വായിക്കുവാണെങ്കിൽ ഈശോയുടെ ശിഷ്യന്മാര് ഈശോയുടെ അടുത്ത് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരിക്കൽ മാത്രമേ ഈശോയോട് എന്തേലും ഞങ്ങളെ പഠിപ്പിക്കണേന്ന് ചോദിക്കുന്നുള്ളൂ. ഈശോയുടെ ശിഷ്യന്മാര് പഠിപ്പിക്കാൻ ചോദിക്കുന്നത് ഈശോ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ എന്നാണ്. ഞങ്ങളെ മിറക്കിൾസ് ചെയ്യാൻ പഠിപ്പിക്കണേന്ന് ചോദിക്കുന്നില്ല. ഞങ്ങളെ ഡീമൺസ് പുറത്താക്കാൻ പഠിപ്പിക്കണേന്ന് പറയുന്നില്ല. ഞങ്ങളെ കൂടുതൽ മീൻ പിടിക്കാൻ പഠിപ്പിക്കണേന്ന് പറയുന്നില്ല. ഈശോയുടെ ശിഷ്യന്മാർ ഈശോയോട് ആകെ ചോദിക്കുന്നത് ഈശോയെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ, ടീച്ച് us ടു പ്രേ. ആ ഒരു റിക്വസ്റ്റിന്റെ റെസ്പോൺസ് ആണ് ഈശോ ലൂക്ക് ചാപ്റ്റർ 11 നമ്മൾ കാണുന്നത്. ഈശോ ശിഷ്യന്മാരുടെ ആർ ഫാദർ പഠിപ്പിക്കുന്നത്. ടീച്ച് us ടു പ്രേയുടെ റെസ്പോൺസ് ആണ് ആ ഫാദർ. അതിൽ നിന്നാണ് നമ്മുടെ ജൂബിലി തീം വരുന്നത്. ദൈ കിങ്ഡം കം, ദൈ വിൽ ബി ഡൺ. പ്രാർത്ഥന നമ്മളെ അല്ലെ ഒരു കുട്ടിയെ അമ്മയായിട്ട് കണക്ട് ചെയ്യുന്നത്, അമ്മയുടെ ഉദരത്തിൽ കണക്ട് ചെയ്യുന്ന അംബലിക്കൽ കോഡാണ്. കണക്ട് ചെയ്യുന്ന മാത്രമല്ല, അത് കാരണം ആ കുട്ടി ജീവിക്കുന്നത്, കുട്ടിയുടെ നറിഷ്മെന്റ് എല്ലാം കുട്ടിക്ക് കിട്ടുന്നത് ആ ഒരു പുക്കിൾനാടി കൊണ്ട്, ആ ഒരു അംബലിക്കൽ കോഡ് കൊണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു കുട്ടിയെ അപ്പന്റെ കൂടെ ഏതെങ്കിലും ഒരു മോളിലോ പോന്ന് കാണുവാണെങ്കിൽ അച്ഛന്റെ കൈ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ കുട്ടിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ ആ കൈ വിട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് കുട്ടി കരയാൻ തുടങ്ങും, അല്ലെ കുട്ടി വെപ്രാളപ്പെടും. കാരണം എന്താ? അച്ഛന്റെ കൈ വിട്ടു. പക്ഷെ ദ മോമെന്റ് ആ അച്ഛന്റെ കൈ തിരിച്ചു പിടിക്കുമ്പോഴത്തേക്കും ആ പേടിയോ ആ വെപ്രാളോ മാറും. പ്രാർത്ഥന ആ കണക്ഷനാ എൻ്റെ അച്ഛനുമായിട്ട്, എൻ്റെ പിതാവുമായിട്ട്, എൻ്റെ അപ്പനുമായിട്ട്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഏറ്റവും മൂത്ത മോള് മേ ബി 2-3 വയസ്സുണ്ടായിരുന്നായിരിക്കും. ഞങ്ങളൊരു ഒരു ദിവസം ബാൽക്കണിയിൽ നിന്ന് താഴെ പടക്കം പൊട്ടിക്കുന്നത് കാണുക. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി പടക്കം ഒരുമിച്ച് പൊട്ടിക്കാൻ തുടങ്ങി. സൗണ്ട് കൂടിയപ്പോഴത്തേക്ക് അവൾക്ക് പേടി വന്നു. പേടി വന്നവൾക്ക് അറിയാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവളെ പെട്ടെന്ന് കയ്യിലെടുത്തു. പിറ്റേ ദിവസം രാവിലെ പ്രാർത്ഥിക്കാൻ നിന്നപ്പോൾ ഈശോ കുറെ ചോദ്യങ്ങൾ ചോദിക്കുക. ഇന്നലെ എന്താ നടന്നതെന്ന് കണ്ടോ സീസ്? ഞാൻ പറഞ്ഞത് അവളെ ഞാൻ എടുത്തു. അവള് കരച്ചിൽ നിർത്തി. എന്തുകൊണ്ട് കരച്ചിൽ നിർത്തി? ഞാൻ അവളെ അവളുടെ അപ്പന്റെ മടിയിലാണ്, അവളുടെ അപ്പന്റെ കയ്യിലാണ്. അവളുടെ ചുറ്റുമുള്ള സർക്കംസ്റ്റാൻസസ് മാറിയോ? അതിനോട് എനിക്ക് പറയേണ്ടി വന്നില്ല. ചുറ്റുമുള്ള സർക്കംസ്റ്റാൻസസ് മാറിയില്ല. പടക്കത്തിന്റെ ശബ്ദം കുറഞ്ഞില്ല, പടക്കത്തിന്റെ അളവ് കുറഞ്ഞില്ല. പക്ഷെ അവൾ അവളുടെ അപ്പന്റെ മടിയിലായിരുന്നു, അവളുടെ അപ്പന്റെ തോളത്തായിരുന്നു. പ്രാർത്ഥന അത്രയേ ഉള്ളൂ. നമ്മള് നമ്മുടെ അപ്പന്റെ മടിയിലേക്ക് ചാടുക. ഒരു ജീസസ് യൂത്തിന്റെ 6 പില്ലേഴ്സിലുള്ള ഒരു സാധനം നമ്മുടെ പേഴ്സണൽ പ്രെയർ. പേഴ്സണൽ പ്രെയർ ആണ് നമ്മുടെ ഒരു കോർ, അല്ലെ ഒരു ഫൗണ്ടേഷൻ. എങ്ങനെ പ്രാർത്ഥിക്കണം? പല പല രീതിസ് ഉണ്ട്. പലരും പല കാര്യങ്ങൾ പറയും. പക്ഷെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ കാര്യങ്ങൾ പറയാം. മെത്തേഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ PRAY എന്നുള്ള വാക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് മേ ബി മനസ്സിലാവും. P, പ്രൈസ് ദ ലോർഡ്. ആദ്യത്തെ കുറച്ച് നിമിഷങ്ങൾ കർത്താവിനെ സ്തുതിക്കുക, ദൈവത്തെ സ്തുതിക്കുക. R, റീഡ് ദ ബൈബിൾ. കുറച്ചു നേരം വചനം വായിക്കുക. A, അവെയിറ്റ് ഓൺ ദ ലോർഡ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ആ വായിച്ച വചനത്തിൽ നമ്മളൊന്ന് ഭാഗമാകുക. ഇപ്പം ഈശോ 5000 പേർക്ക് അപ്പം മൾട്ടിപ്ലൈ ചെയ്യുന്ന സീനാണെങ്കിൽ ചിലപ്പോൾ അവിടെ ഇരുന്ന് ഒരപ്പം നമുക്ക് കിട്ടുന്ന പോലെ നമ്മൾ സങ്കല്പിക്കുക, അല്ലെ ആ ഒരു സീനിന്റെ ഭാഗമായിട്ട് ഈശോ നമ്മളോട് എന്താ പറയുന്നതെന്ന് കേൾക്കുക. വൈ ഈൽഡ് ടു ദ ഹോളി സ്പിരിറ്റ്. നമ്മുടെ ജീവിതത്തിന്റെ പല ഭാഗങ്ങളും പല ഏരിയാസും ഈശോയ്ക്ക് സമർപ്പിക്കുക. PRAY. പിന്നെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, എത്ര നേരം പ്രാർത്ഥിക്കണം? അതിനും പലരും പല ഉത്തരങ്ങൾ പറയുന്നുണ്ട്. പലതും ശരിയാണ്. പക്ഷെ എനിക്ക് സെന്റ് ഫ്രാൻസിസ് ഡി സെയിൽസ് പറഞ്ഞ ഒരു ഉത്തരം ഞാൻ പറയാം. പുള്ളി പറയുന്ന എല്ലാ ക്രിസ്ത്യാനിയും അരമണിക്കൂറെങ്കിലും എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. പക്ഷെ ബിസി ആണെങ്കിൽ 1 മണിക്കൂർ പ്രാർത്ഥിക്കണം. എവറി ക്രിസ്ത്യൻ നീഡ്സ് ടു പ്രേ ഫോർ half an hour every day. Except when they are busy, they need to pray for an hour. ഈ ഒരു ജൂബിലി ജേർണിയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ വളരുമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അപ്പന്റെ മടിയിലേക്ക് ചാടാനുള്ള ഒരു കൃപ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. God bless.